ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ സോയ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ സോയ ഒരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞ് ഞാനിത് ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഇടുവാണ്. ഇതിന് കുറച്ച് ഉപ്പൂടെ ഇട്ടാണ് വേവിക്കുന്നത്. ഇത് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്യണം. സോയ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ഫസ്റ്റ് സോയ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. നമ്മൾ അരിയൊക്കെ വെന്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇത് ചേർക്കും, അല്ലേ ഒത്തിരി വെന്തു. ഇങ്ങനെ ചെയ്തൊന്ന് നമ്മൾ ഉണ്ടാക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി വഴറ്റി കാശ്മീർ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ബിരിയാണി അരി ഞാൻ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റുവാണ്. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം മസാല ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് തിളച്ച വെള്ളം, ഞാനിവിടെ 2 ഗ്ലാസ് ജീരകാരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാനത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് അരമണിക്കൂർ മുമ്പേ അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നാലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. അരമണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതുപോലെ വറുത്തെടുത്താൽ മതി. ഇവിടെ നമ്മുടെ ബിരിയാണി തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ഹൈ ഫ്ലെയിമേ വെച്ചു, ഇനി ഞാൻ ലോ ഫ്ലെയിമേലാക്കുവാണ്. ഇവിടെ നമ്മുടെ സോയ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ അങ്ങോട്ട് ചേർത്തേ. അരി വെന്ത് കഴിഞ്ഞാൽ ഞാൻ ചേർത്തത്. അങ്ങനെ നമ്മുടെ സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോയമ്പായം കൊണ്ടാണ് ചിക്കനൊന്നും ഇല്ലാത്തത്. ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ, അടിപൊളി. നാരങ്ങാച്ചാർ ഞാൻ ഉണ്ടാക്കിയതാണേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. സോയ ലാസ്റ്റ് ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ലാസ്റ്റ് ഇടണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.